മൂന്നാമത്തെ എബയോട്ടിക് ഫാക്ടറാണ് ലൈറ്റ്. സോ ടെമ്പറേച്ചർ കഴിഞ്ഞു, വാട്ടർ കഴിഞ്ഞു, മൂന്നാമത്തെ എബയോട്ടിക് ഫാക്ടറാണ് ലൈറ്റ്. സോ ലൈറ്റ് ഓരോ ലിവിങ് ഓർഗാനിസത്തിനും ഉള്ളിലും ലൈറ്റിനുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കാം. സോ നോക്കുകയാണെങ്കിൽ സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ഹെർബ്സ് ആൻഡ് ഷ്രബ്, ഹെർബ് അല്ലെങ്കിൽ ഷ്രബ് പോലത്തെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ അവരൊക്കെ ഫോറസ്റ്റിൽ വളരുകയാണെന്നുണ്ടെങ്കിൽ, ഫോറസ്റ്റിൽ വളരുന്ന കുഞ്ഞു ചെടികളില്ലേ, കുറ്റിച്ചെടികളും അങ്ങനത്തെ ഹെർബ് ഷ്രബുകളൊക്കെ അവർക്ക് ദേ അഡാപ്റ്റഡ് ടു ഫോട്ടോസിന്തസൈസ് ഒപ്റ്റിമലി, വളരെ ഒപ്റ്റിമം ലെവൽ എന്ന് പറഞ്ഞാൽ അണ്ടർ ലോ ലൈറ്റ് കണ്ടീഷൻ, വളരെ ചുരുങ്ങിയ ചെറിയ ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലാണ് അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുക. അപ്പം നമുക്കറിയാം പ്ലാന്റ്സിലെ ഏറ്റവും വലിയൊരു ഫങ്ഷനാണ് എന്ത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് നടത്തിയിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യണത്. സോ അവിടെ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആ പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്കറിയാവുന്നതാണ്. സോ പ്ലാന്റ്സ് ലൈറ്റിൻ്റെ പ്രസൻസിൽ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി, ഫിസിക്കൽ എനർജീനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എന്തായിട്ട് പറഞ്ഞാൽ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കെമിക്കൽ എനർജി എവിടെയാണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിലാണ് ആ കെമിക്കൽ എനർജി ഇരിക്കുന്നത്. സോ ലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു ത്രൂ എ പ്രോസസ്സ്, നമുക്കറിയണതാണ് ഫോട്ടോസിന്തസിസ്. സോ ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സ് ഫുഡ് സിന്തസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൽ. സോ ഓട്ടോട്രോഫിൽ നമുക്കത് കറക്റ്റായിട്ട് പറയാം, ദോസ് ഹൂ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഈ പറഞ്ഞ വലിയ ഫോറസ്റ്റിൽ വളരുന്ന ഹെർബ് ഷ്രബ് പോലത്തെ ചെറിയ ചെടികൾ, ഹൈറ്റ് കുറവുള്ള ആ ചെടികൾക്കൊക്കെ സ്മോൾ പ്ലാന്റ്സ് ആണ് അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അഡാപ്റ്റഡ് ടു ഫോട്ടോസിന്തസിസ് ഒപ്റ്റിമലി അണ്ടർ ലോ ലൈറ്റ് കണ്ടീഷൻ, വളരെ ചെറിയ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലാണ് അവർക്ക് ഫോട്ടോസിന്തസൈസ് നടത്താൻ പറ്റുള്ളൂ. ബിക്കോസ് ഇവരുടെ മേലെ വലിയ ടോളായിട്ടുള്ള കനോപ്പീഡ് ആയിട്ടുള്ള ട്രീകൾ ഉണ്ടായിരിക്കും, വലിയ വലിയ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയായിരിക്കും ഈ പറഞ്ഞ ഹെർബ് ആൻഡ് ഷ്രബ്. സോ അവൈലബിലിറ്റി ഓഫ് ലൈറ്റ് ഈ ഹെർബ് ഷ്രബിന് വളരെ കുറവായിരിക്കും. സോ ആ അവൈലബിലിറ്റി ഓഫ് ലൈറ്റിൽ ഒപ്റ്റിമം അണ്ടർ ലോ ലൈറ്റ് കണ്ടീഷൻസിലാണ് അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ്, എല്ലാ പ്ലാന്റ്സിനും ഈ പറഞ്ഞ ലൈറ്റ് ഫോട്ടോസിന്തസിസ് നടത്താൻ മാത്രമല്ല അവരുടെ ഫ്ലവറിങ് പാറ്റേണും, അതായത് അവരുടെ പീരിയോഡിക് ടൈം എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ മെജോറിറ്റി അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ്സുകളും ഈ സൺലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട്. സോ അവരുടെ ഫോട്ടോ പീരീഡ് അതിനനുസരിച്ചിട്ടുള്ളതാണ്. സോ ഫ്ലവറിങ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യണ ഒരു ഫാക്ടറും കൂടിയാണ് പ്ലാന്റ്സിൽ ലൈറ്റ്. സോ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ലൈറ്റ് ഫോർ ദെയർ ഫോട്ടോ പീരിയോഡിക് റിക്വയർമെൻറ്റ് ഫോർ ഫ്ലവറിങ്. സോ പ്ലാന്റ്സ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണു, എന്തിൻ്റെ കേസിൽ ഫോട്ടോ പീരിയോഡിക് റിക്വയർമെൻറ്റ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫ്ലവറിങ്. സോ ഫ്ലവറിങ് അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അവർക്ക് വേണ്ട ഒരു ഫാക്ടറാണ് മിക്ക പ്ലാന്റ്സിനും എന്ത്, ലൈറ്റ്. ഇതുപോലെ തന്നെ പ്ലാന്റ്സിന് മാത്രമല്ല ലൈറ്റിൻ്റെ ആവശ്യം, അനിമൽസിനും അങ്ങനെ തന്നെയാണ്. സോ അനിമൽസും ഒരുപാട് ഈ ലൈറ്റ് എന്ന് പറഞ്ഞ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ അനിമൽസിൽ അവരുടെയിലും ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ ലൈറ്റിനെ, അവൈലബിലിറ്റി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഡൈയൂർണൽ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഡ്യൂറിങ് ഡേ ടൈമിൽ ഒരുപാട് ആക്റ്റീവായിട്ടിരിക്കുന്ന അനിമൽസ്. അതുപോലെ അനിമൽസിൽ ഡൈയൂർണൽ ആൻഡ് സീസണൽ വേരിയേഷൻസ് ഉള്ള ടൈപ്പ് അനിമൽസ്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ, അതായത് ഫോട്ടോ പീരീഡ്, എത്രത്തോളം ലൈറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്, അത് എത്രത്തോളം ഡ്യൂറേഷനിലാണ്, ആ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് അവർക്ക് എത്രത്തോളം കിട്ടുന്നത്, എത്ര തീവ്രതയിലാണ് അവർക്ക് ലൈറ്റ് കിട്ടുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അനിമൽസിൽ ഫൊറേജിങ് നടത്തുന്നത്. അതായത് അവർക്ക് ഏത് സമയത്താണ് ഇര പിടിക്കേണ്ടത്, ഫൊറേജിങ്, റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനുള്ള ടൈം, അതുപോലെ മൈഗ്രേറ്ററി ആക്ടിവിറ്റീസ്. സോ അനിമൽസിൽ മൈഗ്രേറ്ററി ആക്ടിവിറ്റീസ്, റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, അതുപോലെ ഫൊറേജിങ്, ഇര പിടിക്കുന്നത്, ഇതിനൊക്കെ അവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലൈറ്റ്. സോ അത് ലൈറ്റ് ഇൻറ്റൻസിറ്റിയും അത് എത്ര നേരം ഡ്യൂറേഷനിലാണ് ആ ലൈറ്റ് കിട്ടുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അനിമൽസിൽ ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്, ഫൊറേജിങ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് മൈഗ്രേറ്ററി ആക്ടിവിറ്റീസ്. സോ അനിമൽസിൽ
ഈ ഡയോർണൽ ആൻഡ് സീസണൽ വേരിയേഷൻസ് ഒക്കെ നടക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഫോട്ടോ പീരീഡ്. സോ പ്ലാന്റ്സിനെ പോലെ തന്നെ അനിമൽസിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ലൈറ്റ്. സോ ലാൻഡിൽ കിട്ടുന്ന അവൈലബിലിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ടെമ്പറേച്ചർ. സോ ലൈറ്റിൻ്റെ അവൈലബിലിറ്റിയും ടെമ്പറേച്ചറിൻ്റെ അവൈലബിലിറ്റിയും എന്ന് പറയുന്നത് ഭയങ്കര തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. കാരണം ഈ ലൈറ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. എന്താണ് അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? സൺലൈറ്റ്. സോ സൺലൈറ്റ് ആണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ലൈറ്റ് എന്ന് പറയുന്നത് റേഡിയൻറ്റ് ഫോം ഓഫ് എനർജിയാണ്, നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. എസ്പെഷ്യലി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ആർക്കാണ്? അത് പ്ലാന്റ്സിനാണ്. ബിക്കോസ് പ്ലാന്റ്സ് ഈ ലൈറ്റ് റേഡിയേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്, അതായത് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അതുമാത്രമല്ല പ്ലാന്റ്സിൽ ഈ ലൈറ്റ് റേഡിയേഷൻസ് കിട്ടിയാൽ മാത്രമേ അവർക്ക്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ക്ലോറോഫിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുള്ളൂ, ട്രാൻസ്പിറേഷൻ നടത്താൻ പറ്റുള്ളൂ. അതുപോലെ സീഡ് ജെർമിനേഷന് ലൈറ്റ് വേണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലവറിങ്ങിന്. സോ പ്ലാന്റ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞു പ്ലാന്റിൽ ഈ ലൈറ്റ് എനർജിയാണ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണേ. ദാറ്റ് കെമിക്കൽ എനർജി ഫുഡിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഇൻഓർഗാനിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സ് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് കാർബോഹൈഡ്രേറ്റ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ സൺലൈറ്റിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ പറഞ്ഞു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? സൺലൈറ്റ് ആണെന്ന് പറഞ്ഞു. സോ എല്ലാ റേഡിയേഷൻസും സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷൻസിനെയും നമ്മൾ പറയുന്ന പേരാണ് സോളാർ സ്പെക്ട്രം. സോ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷൻസിനെയും വിളിക്കുന്ന പേരാണ് സോളാർ സ്പെക്ട്രം. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളതാണ് സോളാർ സ്പെക്ട്രം. അതുകൊണ്ട് തന്നെ ഈ റേഡിയേഷനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നും പറയും. സോ ഈ സോളാർ സ്പെക്ട്രത്തിന് വേറൊരു പേര് പറയുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. സോ ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ റേഡിയേഷനായ സോളാർ സ്പെക്ട്രത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ആണ് വരുന്നത്. സോളാർ സ്പെക്ട്രത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ, അതും ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ, വിവിധ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ, പലതരത്തിലുള്ള റേഡിയേഷൻസ് ആണ് സോളാർ സ്പെക്ട്രത്തിൽ നിന്ന് വരുന്നത്, അതായത് സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ റേഡിയേഷൻസ്. അതിൽ ഒന്നാമത്തെയാണ് ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള റേഡിയേഷൻസ്. ഈ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഒരു 390 നാനോമീറ്ററിന് താഴെയുള്ള റേഡിയേഷൻസ് ഒക്കെ ഷോർട്ട് വേവ് ലെങ്ത് ആണ്. നമുക്കറിയാവുന്ന അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ, കോസ്മിക് റേസ് ഒക്കെ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻസ് ആണ്. അതേസമയം രണ്ടാമത്തെ റേഡിയേഷനാണ് സോളാർ സ്പെക്ട്രത്തിലെ ലൈറ്റ് റേഡിയേഷൻ. ലൈറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ സോളാർ സ്പെക്ട്രത്തിലെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ആ വിസിബിൾ പാർട്ട് ഓഫ് ദ സ്പെക്ട്രമാണ് ലൈറ്റ് റേഡിയേഷൻ. സോ സോളാർ സ്പെക്ട്രത്തിൽ വിസിബിൾ പാർട്ട് വരുന്നത് ഏതായിരിക്കും? ലൈറ്റ് റേഡിയേഷൻ. അത് ഈ 390 തൊട്ട് 760 നാനോമീറ്റർ വരെയാണ് ലൈറ്റ് റേഡിയേഷൻ വരുന്നത്. ഈ ലൈറ്റ് റേഡിയേഷനിൽ 400 to 700 വരെയാണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആ എനർജി. സോ അതുകൊണ്ട് അതിനെ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ അഥവാ PAR എന്ന് പറയുന്നു. സോ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്നത് ലൈറ്റ് റേഡിയേഷനിലെ 400 to 700 നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻസിനാണ്. മൂന്നാമത്തെ സോളാർ സ്പെക്ട്രത്തിലെ റേഡിയേഷനാണ് ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ലൈറ്റ് സ്പെക്ട്രത്തിനെ കുറിച്ച്, അല്ല ലൈറ്റ് റേഡിയേഷനെ കുറിച്ച് പറയാം. സോളാർ സ്പെക്ട്രത്തിലെ ലൈറ്റ് റേഡിയേഷൻ. സോ ലൈറ്റ് റേഡിയേഷത്തിൽ എന്ന് പറഞ്ഞു 390 to 760 നാനോമീറ്റർ ആണ്. അതിൽ 400 to 700 ആണ് ഫോട്ടോസിന്തസിന് ആക്റ്റീവായിട്ടുള്ള റേഡിയേഷൻ. അതുകൊണ്ട് PAR എന്ന് പറയുന്നു. ഈ ലൈറ്റ് സ്പെക്ട്രത്തിനെ നമ്മൾ ഒരു പ്രിസത്തിലൂടെ, ലൈറ്റ് റേഡിയേഷൻസിലൂടെ വരുന്ന ആ ലൈറ്റ് സ്പെക്ട്രത്തിനെ നമ്മൾ ഒരു പ്രിസത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആ 7 കളറുകൾ, വിബ്ജിയോർ എന്ന് പറഞ്ഞ 7 കളറുകൾ. സോ ഈ ലൈറ്റ് റേഡിയേഷത്തിലെ ലൈറ്റ് സ്പെക്ട്രത്തിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സോ നമ്മുടെ സ്പെക്ട്രൽ ക്വാളിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ, സോളാർ റേഡിയേഷനിൽ നിന്ന് വരുന്ന സ്പെക്ട്രൽ ക്വാളിറ്റി എന്താണോ അത് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്. സോ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്
സോളാർ റേഡിയേഷൻ എവിടെ, അതിൻ്റെ സ്പെക്ട്രൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യു വി നമ്മൾ പറഞ്ഞു ഷോർട്ട് വേവ് ലെങ്ത് ഉള്ളതാണ്. യു വി, എക്സ്റേ, ഗാമ ആൻഡ് കോസ്മിക് റേസ്. യു വി കമ്പോണൻ്റ് ഓഫ് സ്പെക്ട്രം, ഇതേ സ്പെക്ട്രത്തിലെ സോളാർ സ്പെക്ട്രത്തിലെ യു വി കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓർഗാനിസത്തിന് ഹൈലി ഹാംഫുൾ ആണ്. ഈ അൾട്രാ വയലറ്റിൻ്റെ തന്നെ യു വി എ, യു വി ബി, യു വി സി 3 ടൈപ്പ് റേഡിയേഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും അപകടകാരിയായതാണ് യു വി സി റേഡിയേഷൻസ്. അങ്ങനെ അപകടകാരിയല്ല അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഒരുപാട് ഓർഗാനിസത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഹാംഫുൾ ആയിട്ടുള്ളതാണ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലൈറ്റ് സോളാർ സ്പെക്ട്രത്തിൽ നിന്ന് വരുന്ന എല്ലാ റേഡിയേഷൻസും, അതുപോലെ നമ്മൾ അക്വാട്ടിക് ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ നോട്ട് ഓൾ കളർ ഓഫ് വിസിബിൾ സ്പെക്ട്രം. ഏതാണ് വിസിബിൾ സ്പെക്ട്രം? നമ്മുടെ ലൈറ്റ് റേഡിയേഷൻ, നമ്മുടെ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ആ ലൈറ്റ് റേഡിയേഷൻ, സോളാർ സ്പെക്ട്രത്തിലെ ലൈറ്റ് റേഡിയേഷൻ, ആ സോളാർ സ്പെക്ട്രത്തിൽ ലൈറ്റ് റേഡിയേഷൻ വരുന്ന ആ വിസിബിൾ സ്പെക്ട്രം അവൈലബിൾ ഫോർ മെറൈൻ പ്ലാന്റ്സ്. മെറൈൻ പ്ലാന്റ്സിന് അത് അവൈലബിൾ ആണ്. പക്ഷേ ആ മെറൈൻ പ്ലാന്റ്സിൽ ഡിഫറെൻറ്റ് ഡെപ്ത് ഓഫ് ദ ഓഷ്യനിലുള്ള പല പല ഡെപ്തുകളിലാണ് ഈ പറഞ്ഞ വിസിബിൾ സ്പെക്ട്രത്തിലെ കളറുകൾ പല പ്ലാന്റ്സിനും അവൈലബിൾ ആണ്. അതായത് എല്ലാ കളറുകളും മെറൈൻ പ്ലാന്റ്സ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഷ്യനിലെ പല പല ലെയറുകളിൽ പല പല ഡെപ്തുകളിൽ കിടക്കുന്ന എല്ലാ മെറൈൻ പ്ലാന്റ്സിനും എല്ലാ കളറുകളും കിട്ടുകയില്ല. ഏതിലത്തെ? ഈ വിസിബിൾ സ്പെക്ട്രത്തിൽ നമ്മൾ പറഞ്ഞു ആ ലൈറ്റ് സ്പെക്ട്രത്തിനെ ഒരു പ്രിസത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ 7 കളറുകൾ കിട്ടുന്നു. എന്നാൽ ഈ 7 കളറുകളും ഈ ഓഷ്യൻ്റെ പല ഡെപ്തുകളിലുള്ള ഈ മെറൈൻ പ്ലാന്റ്സുകളിൽ കിട്ടില്ല. അത് അതിൻ്റെ അവൈലബിലിറ്റി ഡിഫറെൻറ്റ് ഡെപ്തിൽ ഓഷ്യനിലുള്ള ഡിഫറെൻറ്റ് ഡെപ്തിൽ മെറൈൻ പ്ലാന്റ്സിന് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള കളറുകളാണ് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രീൻ ആൽഗെ, അതുപോലെ ബ്ലൂ ആൻഡ് റെഡ്, ഈ പറഞ്ഞ ആൽഗകളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സീല് കാണുന്നുണ്ട് മെറൈൻ വാട്ടറിൽ. അതിൽ തന്നെ ഗ്രീൻ ആൽഗെ ഏറ്റവും അപ്പർ ലെയറിൽ, അത് കഴിഞ്ഞ് ആ ബ്ലൂ ആൽഗെ കാണുന്നത് മിഡിൽ ലെയർ, ബ്രൗൺ ആൽഗെ കാണുന്നത് മിഡിൽ ലെയർ, റെഡ് ആൽഗെ കാണുന്നത് ഡീപ്പസ്റ്റ്. അപ്പോൾ ഏറ്റവും ഡീപ്പർ ലെയറിൽ കാണുന്നത് ഏതായിരിക്കും? റെഡ് ആൽഗെ ആയിരിക്കും. ഏറ്റവും മേലെ കാണുന്നത് ഏതായിരിക്കും? ഗ്രീൻ ആൽഗെ. സോ ഏറ്റവും മേലെ ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ ഓഷ്യൻ്റെ മിഡിൽ ലെയറിൽ, റെഡ് ആൽഗെ ഓഷ്യൻ്റെ ഡീപ്പർ ലെയറിൽ. സോ ഗ്രീൻ, ബ്രൗൺ, റെഡ് ഈ 3 ആൽഗയിൽ ഏറ്റവും ഡീപ്പായിട്ട് കാണുന്നത് ഏതായിരിക്കും? റെഡ് ആൽഗെ ആയിരിക്കും ഏറ്റവും താഴെ. ബ്രൗൺ ആൽഗെ മിഡിലായിരിക്കും. ഗ്രീൻ ആൽഗെ അപ്പർ ലെയർ ഓഫ് ഓഷ്യൻ ആയിരിക്കും. സോ ഈ പറഞ്ഞ ആൽഗെ തന്നെ ഓഷ്യൻ്റെ ഡിഫറെൻറ്റ് ഡെപ്തുകളിലായതുകൊണ്ട് ഈ വിസിബിൾ സ്പെക്ട്രത്തിലെ ഡിഫറെൻറ്റ് കളേഴ്സുകൾ മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. എല്ലാ കളറുകളും കിട്ടുന്നില്ല. ഗ്രീൻ ആൽഗെ അപ്പർ ലെയറിൽ, ബ്രൗൺ ആൽഗെ മിഡിൽ ലെയർ, റെഡ് ആൽഗെ ഡീപ്പർ ലെയറിൽ. ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഓഷ്യൻ്റെ ഓരോ ഡെപ്തിൻ്റെ ഓരോ ലെയറിലും പല പല കളറുകളെ കിട്ടുള്ളൂ. എല്ലാ കളറുകളും കൂടി ഈ പറഞ്ഞ മെറൈൻ പ്ലാന്റ്സിന് കിട്ടുന്നില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 500 മീറ്റർ ഓഷ്യനിൽ തന്നെ 500 മീറ്ററിനേക്കാളും ഭയങ്കര കൂടുതലായിട്ട് താഴ്ചയിൽ കാണുന്ന ഒരു സ്ഥലമുണ്ടെന്ന് കേട്ടോ. സോ ഓഷ്യനിൽ 500 മീറ്ററിനേക്കാളും താഴ്ചയിൽ കാണുന്ന ഓഷ്യനിലെ സ്ഥലത്തിൽ എന്തായിരിക്കും? അവിടുത്തെ എൻവയോൺമെൻറ്റ് ഹൈലി ഡാർക്കായിരിക്കും. അതായത് എപ്പോഴും അവിടുത്തെ എൻവയോൺമെൻറ്റ് ഡാർക്കായിരിക്കും. ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സോഴ്സ് ഓഫ് എനർജി ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരു ഏരിയയാണ്. സോ ഈ പറഞ്ഞ ഏരിയയിൽ 500 മീറ്ററിന് മേലെ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന 500 മീറ്ററിനേക്കാളും താഴെ ഓഷ്യനിൽ കിടക്കുന്ന അവിടെയുള്ള ഓർഗാനിസത്തിന് ഇങ്ങനെ ഒരു സെലസ്റ്റിയൽ സോഴ്സ് ഓഫ് എനർജി, സൺ എന്ന് പറഞ്ഞ ഒരു സോഴ്സ് ഓഫ് എനർജി ഉണ്ടെന്ന് പോലും അറിയാത്ത ഓർഗാനിസംസ് ആണ് അവിടെ ഉള്ളത്. സോ അവിടെ എപ്പോഴും എന്തായിരിക്കും? ഡാർക്ക് എൻവയോൺമെൻ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഓർഗാനിസത്തിന് എന്തായിരിക്കും സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കിട്ടുന്നുണ്ടാവുക? അവിടെയുള്ള ഓർഗാനിസംസൊക്കെ ലൂമിനസെൻ്റ് ആണ്. ലൂമിനസെൻ്റ് എന്ന് പറഞ്ഞാൽ സ്വയം ലൈറ്റ് പ്രകാശിപ്പിക്കാൻ കഴിയുന്നത്. ദേ ക്യാൻ എമിറ്റ് ദെയർ ഓൺ ലൈറ്റ്. സ്വയമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആയിരിക്കും ഈ മോർ ദാൻ 500 മീറ്റർ ഓഷ്യനിൽ കാണുന്നത്. കാരണം അവിടെ ഈ സൺലൈറ്റിൻ്റെ ഒരു ഇത് അത്രയും വേവ് ലെങ്ത്തിൽ അവിടെ എത്തില്ല. സോ അവിടെ ഡാർക്ക് എൻവയോൺമെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന ഓർഗാനിസംസ് ഒക്കെ എന്തായിരിക്കും? ലൂമിനസെൻ്റ് ആയിരിക്കും, സ്വന്തമായിട്ട് ലൈറ്റ് പ്രകാശിപ്പിക്കാൻ കഴിയുന്നവരായിരിക്കും. സോ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു അബയോട്ടിക് ഫാക്ടർ ഈ ലിവിങ് ഓർഗാനിസത്തിന് വാട്ടർ പോലെയും ടെമ്പറേച്ചർ പോലെയും അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ലൈറ്റ്.